നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഞാനാകട്ടെ നിന്റെ ഭക്തയാണ്, നിന്നെ ശരണം പ്രാപിച്ചവളാണ്. നിന്നെ ലഭിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ടുള്ളതായ നേട്ടമാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, എന്നെ പരിത്യജിക്കരുതേ എന്ന് കരുണയോടുകൂടി തന്നെ നോക്കുവാൻ, തൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ അങ്ങേയറ്റം കരയുന്ന പ്രകാരത്തിൽ, യാചിക്കുന്ന പ്രകാരത്തിൽ ഉർവശി അർജുനനോട് അഭ്യർത്ഥിച്ചു. അപ്പോഴേക്കും അർജുനൻ വീണ്ടും തൻ്റെ വാദത്തെ, തൻ്റെ ആ നിശ്ചയത്തെ കൃത്യമായിട്ട് ഉർവശിയെ പറഞ്ഞു കേൾപ്പിച്ചു. ശൃണു സത്യം വരാരോഹേ യത്വാം ഭക്ഷ്യാമ്യനിന്ദിതേ. അല്ലയോ അനിന്ദിതയായ, ഒരിക്കലും മോശമായ ശീലത്തോട് കൂടിയവളല്ലാത്ത, അതിനാൽ ആരാധനീയയായിരിക്കുന്ന അല്ലയോ ഉർവശി, അല്ലയോ ദേവി, ഞാൻ സത്യത്തെ പറയാം നേരിട്ട് വ്യക്തമായിട്ട്. അത് സന്തുലിതമായ മനസ്സോടുകൂടിയിട്ട് കേട്ടാലും ഉർവശി മാത്രമല്ല കേൾക്കേണ്ടത്, പിന്നെയോ ശൃണ്വന്തുമേ ദിശശ്ചൈവ വിദിശശ്ച സദേവതാഹ. ഈ ലോകം മുഴുവൻ കേൾക്കണം, ദിക്കുകളെല്ലാം കേൾക്കണം. കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കുമാണ് ദിക്കുകൾ, അതെല്ലാം കേൾക്കണം. പിന്നെ വിദിക്കുകളുണ്ട്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, ഇതൊക്കെ വിദിക്കുകൾ. ഇതാണ് 8 ദിക്കുകൾ എന്ന് പൊതുവിൽ പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. ആ ദിക്കുകളെല്ലാം കേൾക്കണം. ആ ദിക്കുകളുടെ അധിപതിമാരായിരിക്കുന്ന ദേവതമാരും കേൾക്കണം. അവിടെ എല്ലാം വസിക്കുന്ന സമസ്ത ജീവരാശിയും കേൾക്കണം എൻ്റെ ഈ വാക്കുകൾ എന്ന് ഉർവശിയോട് ആമുഖമായി പറഞ്ഞുകൊണ്ട് തൻ്റെ നിശ്ചയത്തെ അർജുനൻ അറിയിക്കുകയാണ്. യഥാ കുന്ദീച്ച മാദ്രീച്ച ശചീചൈവ മമാനഖേ തഥാച വംശജനനി ത്വംഹിമേദ്യഗരീയസി. കുന്തി എങ്ങനെയാണോ എനിക്ക് അങ്ങേയറ്റം പൂജനീയയായിത്തീരുന്നത്, അതേ പ്രകാരത്തിലാണ് അല്ലയോ എൻ്റെ വംശത്തിൻ്റെ മുഴുവൻ ജനനിയായിരിക്കുന്ന, പൂർവംശത്തിൻ്റെ ജനനിയായിരിക്കുന്ന അല്ലയോ ദേവി, അങ്ങും എനിക്ക് പൂജനീയയാണ്. യഥാ കുന്ദീച്ച മാദ്രീച്ച, മാദ്രി എൻ്റെ അമ്മയാണ്. ആ മാദ്രി ഏതു പ്രകാരത്തിലാണോ എനിക്ക് ആരാധനീയയായിരിക്കുന്നത്, എത്ര കണ്ട് ആത്മാർത്ഥമായിട്ടാണ് ആ അമ്മയെ ഞാൻ ആരാധിക്കുന്നത്, അതേ പ്രകാരത്തിൽ അല്ലയോ ഉർവശി, അല്ലയോ ദേവി, അങ്ങും എനിക്ക് ആരാധ്യയാണ്. അതേപോലെ ശചീചൈവ, ശചീദേവിയും, ഇന്ദ്രൻ്റെ പത്നിയാണ് ശചി. ആ ശചീദേവിയും പതിവ്രതാരത്നമാണ്. ആ ശചീദേവി എനിക്ക് അമ്മയാണ്. ആ അമ്മ എനിക്ക് ഏതു പ്രകാരത്തിലാണോ പൂജനീയയായിരിക്കുന്നത്, അതേ പ്രകാരത്തിൽ തഥാച, അതേ പ്രകാരത്തിൽ തന്നെ എൻ്റെ വംശത്തിന് എനിക്കെന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, സൗഭാഗ്യങ്ങളുണ്ടോ, അതിനെല്ലാം കാരണം ഞാൻ പിറന്നതായ ഈ വംശമാണ്, ചന്ദ്രവംശമാണ്. ആ വംശത്തിന് ആദിദേവതയായിരിക്കുന്ന വംശജനനി, വംശത്തിൻ്റെ അമ്മയായിരിക്കുന്ന അല്ലയോ ദേവി, നീ എനിക്ക് അങ്ങേയറ്റം ഗരീയസിയാണ്, അങ്ങേയറ്റം മഹനീയയാണ്.
അതുകൊണ്ട് തന്നെ ഗൗരവം അർഹിക്കുന്നു, അതുകൊണ്ട് തന്നെ ആരാധന അർഹിക്കുന്നു. കുന്തിയെപ്പോലെയാണ് നീ, മാദ്രിയെപ്പോലെയാണ് നീ, ശചിയെപ്പോലെയാണ് നീ, നീ എൻ്റെ വംശമാതാവാണ്. അതുകൊണ്ട് എൻ്റെ ആരാധനയ്ക്ക് യാതൊരു ഭംഗവും ഒരിക്കലുമില്ല. അതിനാൽ ഗച്ഛ, അല്ലയോ അമ്മേ, നീ മടങ്ങിപ്പോകൂ. ഉർവശിയോട് അർജുനൻ പറയാണ്, ഗച്ഛ മൂർധന പ്രപന്നോസ്മി പാദൗ തേ വരവർണിനി. അല്ലയോ വരവർണിനി സുന്ദരി, നിന്റെ പാദങ്ങളിൽ ഞാനിതാ എൻ്റെ ശിരസ് കൊണ്ട് നമിക്കുന്നു. ഈ പ്രണാമം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നിട്ട് ദേവിയുടെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് മടങ്ങിപ്പോയാലും ഞാൻ എൻ്റെ വംശത്തിൻ്റെ മാതാവായ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഈ പ്രാർത്ഥനയെ അംഗീകരിക്കണം, എൻ്റെ ഈ പ്രാർത്ഥനയെ സ്വീകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ത്വം ഹി മേ മാതൃവത് പൂജ്യ രക്ഷ്യോഹം പുത്രവത്വയ. നീ എനിക്ക് അമ്മയെപ്പോലെ പൂജ്യയാണ്, ഒരു മാറ്റവുമില്ല. അതേപോലെ തന്നെ മകനെ എങ്ങനെയാണോ ഒരമ്മ രക്ഷിക്കുന്നത്, അതേ പ്രകാരത്തിൽ എന്നെ രക്ഷിക്കേണ്ടവളാണല്ലയോ ദേവി അങ്ങ്. നീ എന്നെ ആ പ്രകാരത്തിൽ രക്ഷിക്കണം. എൻ്റെ സ്വഭാവത്തെ രക്ഷിക്കണം, എൻ്റെ ധർമ്മനിഷ്ഠയെ രക്ഷിക്കണം, എൻ്റെ സത്പേരിനെ രക്ഷിക്കണം, എൻ്റെ വംശത്തിൻ്റെ പേരിനെ രക്ഷിക്കണം, എൻ്റെ സഹോദരങ്ങളുടെ പേരിനെ രക്ഷിക്കണം. കുന്തിയുടെയും മാദ്രിയുടെയും ശചീദേവിയുടെയും നാമധേയത്തെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ നമസ്കരിക്കുന്നു. ഇങ്ങനെ അർജുനൻ സ്പഷ്ടമായിട്ട് പറഞ്ഞ് അമ്മയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഏവമുക്ത്വാതു വർദ്ധേന ഉർവശി ക്രോധമൂർച്ഛിത. ഉർവശി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങേയറ്റത്തെ കോപത്തിലാണ്ടു. ഉർവശിക്ക് സഹിക്കാനായില്ല, വർദ്ധിച്ചതായ കോപം. ആ കോപം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേപന്തി, ഉർവശി ഇങ്ങനെ ആലില പോലെ ശരീരം മുഴുവൻ ആ ക്രോധത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ഭൃകുടി വക്ര ശശാപാഥ ധനഞ്ജയം. അവളുടെ ഭൃകുടി, പുരികക്കൊടി വക്രമായി തീർന്നു, വളരെയേറെ കോപത്താൽ വളഞ്ഞു. ശരീരം വിറയ്ക്കുന്നു, പുരികങ്ങൾ ക്രോധത്താൽ വളയുന്നു, നോട്ടം അതേ പ്രകാരത്തിൽ ക്രുദ്ധമായിത്തീരുന്നു, കണ്ണുകൾ ചുവക്കുന്നു, അങ്ങനെ കവിളുകൾ തുടിക്കുന്നു. അങ്ങനെ ക്രോധത്തിൻ്റെ ഒരു വലിയ മൂർത്തിമത് ഭാവം പോലെ അർജുനൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ശശാപാഥ ധനഞ്ജയം, ധനഞ്ജയനെ അവൾ ശപിച്ചു. അവൾ പറഞ്ഞു, യന്മാം നാഭിനന്ദേധ. എൻ്റെ മുന്നിൽ പ്രണയാഭ്യർത്ഥനയുമായിട്ട് മന്മഥ പീഡിതയായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നത്. സ്വയം ച ഗൃഹമാഗതം. ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്, നീ എന്നെ വിളിച്ചിട്ടുമല്ല ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഞാൻ സ്വമേധയായി എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് നിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഉള്ള എന്നെ, വിശേഷിച്ചും കാമബാണവശങ്കതാം, കാമദേവൻ്റെ പുഷ്പബാണങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയവളായ എന്നെ, എൻ്റെ ആ അഭ്യർത്ഥനയെ നീ തെല്ലും മാനിച്ചില്ല. എന്നെ നിഷ്കരണമായിട്ട് ഇവിടെ നിന്ന് തിരിച്ചയക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ഇതിന് ചേരുന്നതായൊരു ശാപം തരാൻ പോവാണ്. തസ്മാത് ത്വം നർത്തനപാർത്ഥ സ്ത്രീമധ്യേ മാനവർജിത അപമാനിതി വിഖ്യാത ഷണ്ഡവത് വിചരിഷ്യസി. നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് എൻ്റെ ഈ ശാപത്താൽ. സ്ത്രീകളാരും തന്നെ നിന്നെ അംഗീകരിക്കില്ല, പുരുഷനെന്ന് അംഗീകരിക്കില്ല, ആരും തന്നെ നിന്നെ മാനിക്കില്ല. നിന്റെ പേരും പ്രശസ്തിയൊക്കെ എത്ര ഉണ്ടായിരുന്നാലും സ്ത്രീകളാരും നിന്നെ മാനിക്കില്ല. സ്ത്രീകളുടെ നടുവിൽ നീ നർത്തകൻ എന്ന് മാത്രം അറിയപ്പെടും. അങ്ങനെ വെറും ഒരു നർത്തകനായിട്ട്, എല്ലാവരുടെയും പരിഹാസത്തിന് പാത്രമായിട്ട്,
സ്ത്രീകളുടെ മധ്യത്തിൽ, സ്ത്രീകൾ കൂടിയിരിക്കുന്ന സഭാമധ്യത്തിൽ നീ ഇങ്ങനെ ജീവിക്കേണ്ടതായിട്ട് വരും. എങ്ങനെ? ഷണ്ടനെപ്പോലെ, ആണും പെണ്ണുമല്ലാത്തവനായിട്ട് നീ ഇങ്ങനെ കഴിയേണ്ടി വരും. അപുമാൻ ഇതി വിഖ്യാത, നീ പുരുഷനല്ല എന്ന് ലോകം എമ്പാടും അറിയും. അങ്ങനെ നീ ജീവിക്കേണ്ടതായിട്ട് വരും എന്ന് കോപത്തോടു കൂടിയിട്ട് അർജുനന് ശാപം നൽകിയിട്ട് ഏവം ദത്വ അർജുനേ ശാപം സ്ഫുരദോഷ്ടി ശ്വസന്ത്യഥ, ഇങ്ങനെ അർജുനനോട് കോപത്തോടുകൂടി പറഞ്ഞിട്ട് അർജുനനെ ശപിച്ചിട്ട് അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ വളരെ വേഗത്തിൽ ശ്വാസമെടുക്കുന്നുണ്ട്. അതെല്ലാം അവളുടെ ക്രോധത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവിഷ്കൃതികളാണ്. അങ്ങനെ ആ ഉർവശി വളരെ വേഗത്തിൽ പാഞ്ഞുപോയി അർജുനൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക്. ഇങ്ങനെ കോപിച്ച് ഈ പ്രകാരത്തിൽ ശപിച്ചിട്ട് ഉർവശി ഓടിപ്പോയപ്പോൾ അർജുനൻ ദുഃഖിതനായി തീർന്നു. തന്നെ ഷണ്ടനാകാൻ വേണ്ടിയിട്ട് ഉർവശി ശപിച്ചിരിക്കുന്നു. കുറ്റം തൻ്റെ പക്ഷത്തല്ല, എങ്കിലും തനിക്ക് ഇങ്ങനൊരു ശാപം ദേവലോകത്ത് വെച്ച് സംഭവിച്ചിരിക്കുന്നു. മടങ്ങി ഭൂമിയിലേക്ക് ചെല്ലുമ്പോഴോ അർജുനൻ ആകെ ദുഃഖിതനായി. തൻ്റെ സുഹൃത്തുണ്ട് അവിടെ, ഗന്ധർവനായിരിക്കുന്ന ചിത്രസേനൻ. ആ ചിത്രസേനനെ വിളിച്ചിട്ട് ചിത്രസേനനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ചിത്രസേനൻ ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഇന്ദ്രനോട് ഇതെല്ലാം പറഞ്ഞു. ദേവേന്ദ്രൻ ഉടനെ തന്നെ തൻ്റെ പുത്രനെ ആളയച്ച് തൻ്റെ സമീപത്തേക്ക് വരുത്തി. എന്നിട്ട് സാന്ത്വയിത്വ ശുഭൈർവാക്യൈഹി, ശുഭകരങ്ങളായിരിക്കുന്ന മംഗളകരങ്ങളായിരിക്കുന്ന വാക്കുകൾ കൊണ്ട്, മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് അർജുനനെ സാന്ത്വനപ്പെടുത്തി. എന്നിട്ട് സ്മയമാനോ അഭ്യഭാഷത, പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ അർജുനനോട് പറഞ്ഞു. ആ ശാപം യഥാർത്ഥത്തിൽ അർജുനന് അനുഗ്രഹമാകാൻ പോകുന്നു. അത് ഇന്ദ്രനറിയാം. അതുകൊണ്ടാണ് ഇന്ദ്രൻ പുഞ്ചിരിച്ചത്. അങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇന്ദ്രൻ അർജുനനോട് പറഞ്ഞു, സുപുത്രാദ്യ പ്രധാതാത ത്വയാ പുത്രേണ സത്തമ. ആദ്യം അർജുനനെ പ്രശംസിക്കുകയാണ്. അർജുന മാതാവായിരിക്കുന്ന കുന്തിയെയും പ്രശംസിക്കുകയാണ്. അല്ലയോ അർജുന, യഥാർത്ഥത്തിൽ ഇത് നന്നായി. ഇപ്പോൾ എനിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, നീയാകുന്ന പുത്രനെ ലഭിച്ചതുകൊണ്ട് നല്ല പുത്രനുള്ളവൾ എന്നുള്ളതായ സൽകീർത്തി കുന്തിക്ക് കൈവന്നിരിക്കുന്നു. ലോകത്തിലേതൊരു മാതാവിനും കൈവരാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. ആ സൗഭാഗ്യം ഇതാ കുന്തിക്ക് കൈവന്നിരിക്കുന്നു. ഏതൊരു മാതാവും കൊതിക്കുന്ന സൗഭാഗ്യം അത് കുന്തിക്ക് കൈവന്നിരിക്കുന്നു. ഈ രീതിയിലുള്ള സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കില്ല. വളരെ അപൂർവം അമ്മമാർക്ക് മാത്രമേ ലഭിക്കൂ അങ്ങനെയുള്ള പരമസൗഭാഗ്യം. അല്ലയോ അർജുന, നീ മൂലം കുന്തിക്ക് കൈവന്നിരിക്കുന്നു. ഇന്ദ്രൻ്റെ ആ വാക്കുകൾ അർജുനന് വളരെയേറെ സമാധാനത്തെ നൽകി. എന്നിട്ട് അർജുനനോട് പറയാണ്, ഋഷയോപി ഹി ധൈര്യേണ ജിതാവൈതേ മഹാഭുജ. അല്ലയോ മഹാവീരനായിരിക്കുന്ന, കരുത്തുള്ള കരങ്ങളോട് കൂടിയവനായിരിക്കുന്ന, യുദ്ധ വൈദഗ്ധ്യത്തിൽ ഏറ്റവും മികവുറ്റവനായ അല്ലയോ അർജുന, നീ നിന്റെ ധൈര്യത്താൽ, നിന്റെ ചാപല്യമില്ലായ്മയാൽ, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നതാണല്ലോ ചാപല്യം. ആ ചാപല്യമില്ലായ്മയാൽ ഋഷിമാരെപ്പോലും, നൂറ്റാണ്ടുകൾ കഠിന തപസ് ചെയ്യുന്ന ഋഷിമാരെപ്പോലും ജയിച്ചിരിക്കുന്നു. അവരുടെ എല്ലാം മുൻപന്തിയിലേക്ക് നീ വന്നു കഴിഞ്ഞിരിക്കുന്നു. എത്രയോ ഋഷിമാരുടെ തപസ് അപ്സരസ്സുകളുടെ ദർശനമാത്രത്താൽ തന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ കഥകൾ നമ്മൾ ഇതിഹാസ പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ആ അപ്സരസ്സുകളെ ഋഷിമാരുടെ സമീപത്തേക്ക് അയച്ചത്
ദേവേന്ദ്രനാണെന്നും ഒക്കെ നമുക്ക് ആ സ്ഥലങ്ങളിൽ കാണാം. അത് വെച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പറയുന്നത് അവരെയെല്ലാം പലപ്പോഴും തോൽപ്പിക്കാനായി അപ്സരസ്സുകൾക്ക്. പക്ഷേ നീ ഇതാ ഉർവശിയെ ഇങ്ങനെ മടക്കി അയക്കുന്നതിലൂടെ ഋഷിമാരെ പോലും തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ യുദ്ധ രംഗത്തുള്ള വൈദഗ്ധ്യം മാത്രമുള്ളവനല്ല, അതിനുമപ്പുറം തപോബലം ഏറെ കൈവന്നവനാണ് എന്ന് അർജുനന് നൽകിയതായ വലിയ പദവിയാണത്. അല്ലയോ അർജുന, നിനക്ക് ഉർവശി ഒരു ശാപം തന്നു. ആ ശാപത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട, നീ സന്തോഷിക്കുക. സചാവിതേ അർത്ഥകൃത്താത സാധകശ്ച ഭവിഷ്യതി. നിനക്കത് പ്രയോജനപ്രദമായിത്തീരും. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വിജയകരമായിട്ട് നീ സങ്കല്പിച്ചവ എല്ലാം നടക്കുകയും ചെയ്യും. അതിനാൽ ആ ശാപം നിനക്ക് യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. എങ്ങനെയെന്നറിയോ? അജ്ഞാതവാസോ വസ്തവ്യോ ഭവദ്ഭി ഭൂതലേനഖ. നിങ്ങളെല്ലാവരും, നിങ്ങൾ 5 സഹോദരന്മാരും അതേപോലെ തന്നെ പാഞ്ചാലിയും ഈ ഭൂമിയിൽ 1 വർഷക്കാലം, ഈ കാനനവാസം കഴിഞ്ഞാൽ ഉടൻ അജ്ഞാതവാസം 1 വർഷക്കാലം ചെയ്യേണ്ടതായിട്ട് വരും. ആ അവസരത്തിൽ നിങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനാദികൾ എല്ലാ പ്രകാരത്തിലും പരിശ്രമിക്കും. പക്ഷേ വിജയകരമായിട്ട് അജ്ഞാതവാസം പൂർത്തിയാക്കണം. പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ രാജ്യം അവകാശപ്പെട്ട് തിരിച്ചു ചെല്ലാം. അതിനിടയ്ക്ക് ദുര്യോധനാദികൾക്ക് കണ്ടുപിടിക്കാനായാലോ പാണ്ഡവന്മാർ വീണ്ടും കാനനത്തിൽ 12 വർഷത്തേക്ക് പോകണം. വീണ്ടും അത് കഴിഞ്ഞ് 1 വർഷം അജ്ഞാതവാസം. ഇങ്ങനെ പോകും. അതാണല്ലോ വ്യവസ്ഥ. അപ്പോൾ വിജയകരമായിട്ട് അജ്ഞാതവാസം പൂർത്തിയാക്കാൻ, ആ 1 കൊല്ലക്കാലം പൂർത്തിയാക്കാൻ, അല്ലയോ അർജുന, ഇത് നിനക്ക് സഹായമായി തീരും. അതാണ് രാജാവായിരിക്കുന്ന, ദേവരാജാവായിരിക്കുന്ന ഇന്ദ്രൻ പറയുന്നത്. വർഷേ ത്രയോദശേ വീര തത്രത്വം ക്ഷപയിഷ്യസി. 13ാമത് വർഷം. ആ വർഷത്തിൽ നീ ഈ ശാപത്തിൻ്റെ ഫലം അനുഭവിക്കണം. ആ ഒരൊറ്റ വർഷക്കാലം മാത്രമേ ഇത് നിൽക്കൂ, ഈ ശാപം. അത്രയും കാലം നീ ആണും പെണ്ണുമല്ലാതെ നർത്തകൻ മാത്രമായിട്ട്, അതും സ്ത്രീ മധ്യത്തിൽ നർത്തകനായിട്ട് നടക്കുക എന്നായിരുന്നല്ലോ ഉർവശി പറഞ്ഞ്. അവിടെ അന്തഃപുരത്തിൽ, വിരാടൻ്റെ അന്തഃപുരത്തിൽ വിരാടൻ്റെ പുത്രിയായ ഉത്തരയെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ആ 1 വർഷക്കാലം അർജുനൻ കഴിഞ്ഞു. അപ്പോഴെങ്ങും ആരും തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു നല്ല ഒരു മറ, ഈ ശാപം ഉളവാക്കിക്കൊടുത്തതായൊരു മറ അർജുനനുണ്ട്. അതിനാൽ അർജുനനെ ആർക്കും മനസ്സിലാക്കാനായില്ല. അതുകൊണ്ട് അർജുന, ഇത് നിനക്ക് വലിയ അനുഗ്രഹമാണ് എന്നറിഞ്ഞുകൊള്ളുക. തേന നർത്തനവേഷേണ അപുംസ്ത്വേന തഥൈവ ച വർഷമേകം ഹൃത്തൈവ തത പുംസ്ത്വം അവാപ്സ്യസി. അല്ലയോ അർജുന, അതിനാൽ ഈ ശാപത്തിൻ്റെ ബലത്തിൽ ആ 1 വർഷക്കാലം പുരുഷനല്ലാതെ നീ അവിടെ ആ അജ്ഞാതവാസകാലം വിജയകരമായിട്ട് നടത്തും. ഒരു ദുഃഖവും നിനക്കവിടെ ഉണ്ടാവില്ല, ഒരു ക്ലേശവും നിനക്കവിടെ ഉണ്ടാവില്ല, ഒരു അപമാനവും നിനക്കവിടെ ഉണ്ടാവില്ല. നിന്നെ ആരും തിരിച്ചറിയുകയുമില്ല. ആ 1 വർഷക്കാലം കഴിഞ്ഞാലോ നിനക്ക് നിന്റെ പുംസ്ത്വം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അർജുനനോട് വരാനിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇന്ദ്രൻ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോഴേക്കും അർജുനന് സന്തോഷമായി കഴിഞ്ഞു. ശത്രുക്കളെയെല്ലാം ജയിക്കുന്നവനായ അർജുനൻ അത് കേട്ടിട്ട് മുദം പരമികാം ലേഭേ നച ശാപം വ്യചിന്തയത്, വളരെയേറെ സന്തോഷിച്ചു. അതിനുശേഷം അർജുനൻ ആ ശാപത്തെക്കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല. അതെല്ലാം മറന്നതിന് തുല്യമായി തീർന്നു. ഇവിടെ വ്യാസൻ വൈശമ്പായനെ കൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതം യ ശൃണുയാത് വൃത്തം നിത്യം പാണ്ഡുസുതസ്യ വൈ. ആരാണോ പാണ്ഡുവിൻ്റെ പുത്രനായിരിക്കുന്ന അർജുനൻ്റെ ഈ ചരിത്രത്തെ എന്നും കേൾക്കുന്നത്, ന തസ്യ കാമഃ കാമേഷു
പാപകേഷു പ്രവർത്തതേ. ഒരിക്കലും അവൻ്റെ മനസ്സ് ഒരിക്കലും ചഞ്ചലമായി തീരില്ല. കാമദേവന്റെ അതിക്രമത്താൽ മനസ്സ് ഒരിക്കലും ചഞ്ചലമായിട്ട് അരുതാത്തതായ കാര്യങ്ങളിൽ ചെന്ന് പെടില്ല. എപ്പോഴും ധർമ്മത്തിൻ്റെ ധീരതയുടെ പന്ഥാവിലൂടെ തന്നെ നടക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കും. അർജുനൻ്റെ ഈ കഥ എന്നും കേൾക്കുന്ന, വായിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നുകൂടി വൈശമ്പായനെ കൊണ്ട് വ്യാസൻ അവിടെ പറഞ്ഞു വയ്പ്പിച്ചു. ഇത് മഹാഭാരതത്തിലെ വനപർവ്വത്തിലുള്ളതായ 46-ാമത് അധ്യായം. അങ്ങനെ ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതിൽ പറഞ്ഞു വച്ച ദൈവീ സമ്പത്തിൻ്റെ ധർമ്മമായിട്ട്, സ്വഭാവമായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞു വച്ച അചാപലം എന്നുള്ളതായ ഗുണത്തെ നാം ഈ കഥയിലൂടെ നേരിട്ട് കണ്ടു, അർജുനനിലൂടെ നേരിട്ട് കണ്ടു.